ഇതിൽ കറണ്ട് ബില്ലും കാര്യങ്ങളും വരില്ല എന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും വന്നിട്ടുള്ളത് മാർവൽ അപ്പാർട്ട്മെൻറ്റ്സിലാണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഫുൾ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് ആണിത്. അതിൽ ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ളത്. അതിനേക്കാൾ ഉപരി ഇത് ലേഡീസിന് മാത്രമായിട്ടുള്ളതാണ് കേട്ടോ. അതായത് വേറെ ആർക്കും ഇത് കൊടുക്കില്ല. ലേഡീസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണിത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എയർ കണ്ടീഷൻഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് സോളാർ സിസ്റ്റമാണ്. കറണ്ട് ബില്ലും കാര്യങ്ങളൊന്നും വരില്ല. വാട്ടർ എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂംസും കാര്യങ്ങളൊക്കെ ഈ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വരുന്ന ആൾക്കാർക്ക് താമസിക്കുമ്പോൾ ഇത് മാസവാടകയ്ക്കാണ് ഇവർ കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇത് കാണിച്ചു തരാം. ഇപ്പോൾ താഴത്തെ ഇതിൽ നമുക്ക് 2 ബെഡ്റൂമാണ് ഉള്ളത്. അത് ഡബിൾ ബെഡ്റൂമായിട്ടും, അതായത് ഓരോരുത്തർക്ക് വേണമെങ്കിൽ 2 പേര് ഒരു റൂമിൻ്റെ അകത്ത് സ്റ്റേ ചെയ്യുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒറ്റ ബെഡായിട്ട് ഒരു റൂം ഒരാൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് അങ്ങനെ എടുക്കാം. എങ്ങനെയാണെങ്കിലും അതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓണറുടെ അടുത്ത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ബാത്റൂമും കാര്യങ്ങളാണല്ലോ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. എല്ലാതും ക്ലിയറാണ്. ഹീറ്റർ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കുടിക്കാൻ മിനറൽ വാട്ടർ ആണെങ്കിലും കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. ചായ ഉണ്ടാക്കാൻ കെറ്റിൽ, അതുപോലെ നമുക്കിവിടെ ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ. ഈ കിച്ചണിൽ നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ വേണമെങ്കിൽ കിട്ടും, ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കൂടെ ഇവരിവിടെ ചെയ്തു തരും കേട്ടോ. ഫുഡും കൂടെ അവർ ഇതിൻ്റെ കൂടെ ഇതാക്കിയിട്ട് ചെയ്തു തരും. അതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളുണ്ടോയെന്നൊക്കെ നമുക്ക് പുള്ളിയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടപ്പോഴേ ഒന്ന് ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ എടുത്തതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. നല്ല വൃത്തിയായിട്ട് എല്ലാതും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊരു റെൻറ്റിന് കൊടുക്കുന്ന ഒരു ഇതുപോലെയല്ല, കണ്ടില്ലേ, ഭയങ്കര അടിപൊളിയായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ പോരാത്തതിന് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോർവെൽ വാട്ടർ അല്ല കേട്ടോ, ഓപ്പൺ വെല്ലാണ്, കിണർ വെല്ലാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഒരു വർക്ക് ഏരിയ എന്ന് പറയുന്ന സെറ്റപ്പ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മുടെ കിണർ വരുന്നത് ഇതാണ്, കണ്ടില്ലേ, ഓപ്പൺ വെല്ലാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതാണ് വർക്ക് ഏരിയ വരുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഇത് 2 വീട് പോലെ ഉണ്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരെണ്ണമാണ്. അതുപോലെ ഇതിൻ്റെ ഈ കാണുന്നത് അടുത്തൊരു അപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാതും ഇതേ സെറ്റപ്പിൽ തന്നെയാണ് ആ ഒരു വീടും പണിതുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റൂമുകളുണ്ട് കേട്ടോ. മുകളിലത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. മുകളിലും റൂമുകളുണ്ട്. നമുക്ക് 3 ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. 3 ബെഡ്റൂം ഉണ്ട്. നമുക്ക് ടോട്ടൽ ഈ ഒരൊറ്റ വീടിൻ്റെ അകത്ത് ഒരു 10 പേർക്ക് താമസിക്കാം കേട്ടോ. ടോട്ടൽ 5 ബെഡ്റൂമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ 5 ബെഡ്റൂമിലും കൂടെ ആയിട്ട് സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതാണല്ലേ, ഇത് 2 പേർക്ക് സിംഗിൾ കട്ടിലാണ്, ചേർത്തിട്ടേക്കാണെന്ന് മാത്രം. ഇതിൻ്റെ അകത്ത് കെറ്റിലും കാര്യങ്ങളൊക്കെ ഒരു പ്രൊവൈഡ് ചെയ്യും നമുക്ക് ചായ ഉണ്ടാക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ. ബാത്റൂം എല്ലാതും ഒരുപോലെ തന്നെ കുഴപ്പമില്ല, നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല എന്താ പറയുക, നല്ല മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതായത് ഇതൊരു റെൻറ്റിന് കൊടുക്കാനുള്ള രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. കണ്ടില്ല, എല്ലായിടത്തും ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് തന്നെയാണത്. ഫുൾ എയർ കണ്ടീഷൻഡ് ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ചൂടത്ത് നമ്മളിപ്പം 10,000-15,000 കൊടുത്തിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുക്കണേക്കാളും എന്തുകൊണ്ടും ബെനിഫിറ്റ് ഇതിൻ്റെ മുകളിലുണ്ടാവും. നമുക്ക് കറണ്ട് ബില്ലും കാര്യങ്ങളും നമുക്ക് വരുന്നില്ല. AC ആണെങ്കിൽ തന്നെ കറണ്ട് ബില്ലും കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ട എക്സ്ട്രാ. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. പിന്നെ ഓപ്പൺ വെല്ലാണ്. കുഴൽക്കിണർത്ത് വെള്ളത്തിൽ കുളിച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ഗുണം കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഡ്രസ്സിങ് ടേബിള്, അലമാര, ഈ അലമാരയാണെങ്കിലും ഓരോരുത്തർക്കും സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ആൾക്കാരാണ് ഒന്നിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. ഇവിടെ നമുക്ക് ഡ്രസ്സുകൾ തോരിയിടാനും അതുപോലെ നനച്ച് കഴിഞ്ഞാൽ തോരിയിടാനുള്ള സ്ഥലങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ സോളാറും കാര്യങ്ങളും ഉണ്ടാവുകൊണ്ട് കറണ്ട് ബില്ലും കാര്യങ്ങളൊന്നും വരില്ല. അത് പുള്ളിയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. പുള്ളി തന്നെ പറയുന്നത് ഇവിടെ നമുക്ക് ഡ്രസ്സുകൾ അങ്ങനെ ഇതും ഒക്കെ തോരിയിടാൻ പറ്റും. അതുപോലെ തന്നെ ചുറ്റുഭാഗം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ കച്ചറ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഒരു ലേഡീസിന് മാത്രമായിട്ട് താമസിക്കാനുള്ളൊരു സ്ഥലം എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും അത് സെക്യൂരിറ്റിയുടെ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. സെക്യൂരിറ്റിയുടെ കാര്യത്തിലൊന്നും വറിയിടാവേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ CCTV സർവൈലൻസും അതുപോലെ തന്നെ ഒരു ലേഡി സെക്യൂരിറ്റി സ്റ്റാഫും ഉണ്ടാവും കേട്ടോ. ഇവിടെ നമുക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാനൊക്കെ. പിന്നെ ക്ലീനിങ് അതുപോലത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട, അതിനൊക്കെ അവർ ആളുകളെ വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളും.
അതുപോലെ തന്നെ നമുക്ക് അയൺ ചെയ്യാനുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടെ ഒന്നേ ഉള്ളൂ. പിന്നെ ബെഡ്റൂം ആണെങ്കിലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. ഇത് മോൾ ഭാഗത്തുള്ള ബെഡ്റൂമാണ്. അതുപോലെ കണ്ടില്ലേ ഓരോ അതായത് ഇപ്പോൾ എങ്ങനെ പറയുക, സിംഗിൾ കട്ടിലാണുള്ളത്, ഡബിൾ ആക്കിയിട്ട് ഇട്ടേക്കാണ്. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വർക്കുകളും കാര്യങ്ങളൊക്കെ. ഇതിൽ ഈ ഒരു റൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ല ഊട്ടിയിലോ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ കാണില്ലേ വിൻഡോ ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു ഇതുപോലുള്ള വാതിലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ റൂമിൽ ബാത്റൂം ഇല്ല കേട്ടോ. ഈ റൂം അറ്റാച്ച്ഡ് അല്ല, അതിന് കോമൺ ആയിട്ട് പുറത്തൊരു ബാത്റൂം അവർ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അത് ഉണ്ടാക്കിയിട്ടില്ല, അത് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, കോമൺ ബാത്റൂം. പിന്നെ എല്ലാ സ്ഥലത്തും ആളുകളായി കഴിഞ്ഞാലല്ലേ ഒരു അവർക്കും വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ടായിരിക്കും അതിൻ്റെ വർക്കുകൾ വൈകാതെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൂം നല്ലൊരു അടിപൊളി സെറ്റപ്പാട്ടോ. നമുക്ക് രാത്രി കിടക്കുമ്പോഴാണെങ്കിലും ഒന്ന് പുറത്ത് കാണണമെങ്കിൽ ഒരു മഴ പെയ്യുമ്പോഴൊക്കെ കാണാനും അതിന് പറ്റിയൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ ബാൽക്കണിയിലേക്ക് ഇങ്ങനെ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുണ്ട് അത്. അതുപോലെ തന്നെ അതിൻ്റെ പുറം ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. പുറത്ത് വരുന്ന വ്യൂവും കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കി നോക്കുക, എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കി. കാണുമ്പം വീഡിയോയിൽ കാണുമ്പം എത്രത്തോളം നന്നായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക മൊത്തത്തിൽ. അതുപോലെ തന്നെ കൂടുതൽ എൻക്വയറീസിനും കാര്യത്തിനൊക്കെ ആയിട്ട് ഉണ്ണിയേട്ടൻ്റെ വൈഫ് ചേച്ചീനെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ പറഞ്ഞു തരും. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ അടുത്ത ഇല്ലാതെ ഇങ്ങനെ 2 വീടുകളാണ് ഇവിടെ ഉള്ളത് മൊത്തം. രണ്ടിലും 10 പേർക്ക് വെച്ചിട്ട് 20 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ളത്. ഈ 2 സ്ഥലത്തും കൂടെ ആയിട്ട് 2 വണ്ടിക്കാണ് കേട്ടോ നമുക്ക് ടോട്ടൽ പാർക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ ഇതാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. എല്ലാതും ഒരു കൂട്ടിയിട്ട് ഇത് പഴയ മറ്റേ വീടിൻ്റെ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വീടുകൾക്കും 2 കിണറുണ്ട് കേട്ടോ. ഇവിടെ ഇതിൻ്റെ പുറത്തൊരു കിണറുണ്ട്, അപ്പുറത്തൊരു കിണറുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ കിച്ചൺ ഏരിയ വരുന്നത്. ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ അവർ തരും. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടെ പറഞ്ഞു എന്ന് മാത്രം. ബാക്കി റൂമും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ, അപ്പുറത്തുള്ള അതേപോലെ തന്നെയാണ്. ഫർണിഷ്ഡ് ആയിട്ടില്ല, ഇത് ഫർണിഷിങ് കഴിഞ്ഞിട്ടില്ല, അത് കാരണം കൊണ്ടാണ് ഇത്രയും ഇങ്ങനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 അപ്പാർട്ട്മെൻറ്റിനും 2 ഗേറ്റുകളുണ്ട് കേട്ടോ, ഓരോ വണ്ടികൾ ഗേറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളത്. 2 ഗേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലേഡീസ് സെക്യൂരിറ്റി ഗാർഡും കൂടെ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് അമ്യൂണിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഈ കാണുന്നത് സോളാർ പാനലാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ സോളാർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാരണം കൊണ്ടാണ് കറണ്ട് ബില്ല് നമുക്ക് വരില്ല എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിനും 2 കിണറാണെന്ന് പറഞ്ഞില്ലേ. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ റൂമിനുള്ള കിണറാണ്. രണ്ടാമത്തെ വീട്ടിലേക്കുള്ള കിണർ ഇവിടെ സെപ്പറേറ്റ് ഉണ്ട്. 2 കിണറുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ കുടിക്കാനുള്ള വെള്ളം എന്തൊക്കെ മിനറൽ വാട്ടറായിട്ട് അവർ ഓൾറെഡി സെറ്റ് ചെയ്യുന്നതാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. എന്തുകൊണ്ടും വലിയൊരു കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ റെൻറ്റും കാര്യങ്ങളും അതൊക്കെ പുള്ളി എൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ നമ്പർ ഞാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് വിളിച്ച് ചോദിച്ച് നോക്കുക. അത് ആ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാനുള്ളൂ. സൗകര്യങ്ങളൊക്കെ എല്ലാതുകൊണ്ടും മെച്ചപ്പെട്ട് തന്നെയാണ്. അടിപൊളിയായിട്ട് നന്നായിട്ട് എന്താ പറയുക ചെയ്തിട്ടുണ്ട് വീടും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പാർക്കിംഗ് ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ. പിന്നെ ഇത് ഇവരുടെ ഒരു പാർക്കിംഗ് ഏരിയ അല്ല, അവരുടെ വണ്ടികളും കാര്യങ്ങളും നിർത്തുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. ഇപ്പോൾ അവിടെ ഉള്ള കംപ്ലീറ്റ് ആൾക്കാർക്കും വേണമെങ്കിൽ വണ്ടി ഇടാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അവിടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ 2 വണ്ടി മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള വണ്ടികൾ ഇവിടെ ഇടാം. ലൊക്കേഷൻ വരുന്നത് മണ്ണാർക്കാട് സെൻറ്റ് ഡൊമിനിക് സ്കൂളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ അവിടെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഓണറുടെ വീട് വരുന്നത്. ഇതിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ മറ്റേ ചങ്ങലീർ റോട്ടിലേക്ക് എത്തും. ചങ്ങലീർ റോട്ടിൽ നിന്ന് ഈ പുള്ളിയുടെ വീടാണിത്. ഈ വീടിൻ്റെ അവിടെ നിന്ന് ഈ റോഡിന് ഒരു 1/2 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റായി കേട്ടോ, മാർവൽ അപ്പാർട്ട്മെൻറ്റ്സായി. സ്കൂൾ ഇവിടെ തന്നെ ഉണ്ട്. ടൗണിലേക്ക് ആകെ വരുന്നത് നമുക്കൊരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇപ്പം എത്ര രാത്രി ആയി കഴിഞ്ഞാലും നമുക്ക് റൂമിലേക്ക് എത്താൻ അധികം ദൂരം പോകേണ്ട ആവശ്യം വരുന്നില്ല. ആകെ ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ടൗണിൽ നിന്നുള്ള ദൂരം വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാം. പുള്ളി ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരാനുള്ള കാരണം എന്താണ്, കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ, ഇങ്ങനൊരു സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രചോദനം എന്താണ്? എന്താ വെച്ചാൽ മണ്ണാർക്കാട് ഇങ്ങനെ ലേഡീസിന് മാത്രമായിട്ടില്ല, തൃശ്ശൂർ, എറണാകുളം ആ ഭാഗത്തൊക്കെ ഇഷ്ടംമാതിരി ഇതുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് തോന്നി മണ്ണാർക്കാട് പുരോഗമിച്ചു വരുന്ന സ്ഥലമല്ലേ, അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാം. കമ്മ്യൂണിറ്റീസ് ആണ് കൊടുക്കണേ താമസിക്കാൻ. അപ്പൊ അതിൽ എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാൻ? AC ഡീലക്സ് റൂമാണ്. പിന്നെ നോൺ AC വേണ്ട ആളുകൾക്ക് നോൺ AC ഉണ്ട്, ഒരു റൂം മാത്രം.
ബാക്കിയൊക്കെ സിംഗിൾ റൂം വേണ്ട ആളുകൾക്ക് സിംഗിൾ റൂമും 2 പേർക്ക് താമസിക്കേണ്ട റൂമും അതുണ്ട്. പിന്നെ എല്ലാ ബാത്റൂമും എല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ എല്ലാത്തിനും വാട്ടർ ഹീറ്റർ സൗകര്യമുണ്ട്. പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്, തുണി അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ അടുക്കളയിൽ കിച്ചൺ സൗകര്യത്തിൽ ഫ്രിഡ്ജ് ഉണ്ട്, ഗ്യാസിന്റെ സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ ഫുഡിന്റെ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കും, അഡീഷണൽ ചെയ്ത് കൊടുക്കുന്നത് കൂടാണ്ട്. പിന്നെ അപ്പൊ ഈ ഫുഡ് കൊടുക്കുമ്പോഴേ നമ്മൾ എങ്ങനെ ഒരു മെനു ആയിട്ടാണോ കൊടുക്കുക? ഒരു മെനു ആയിട്ടാണ് കൊടുക്കുക. തിങ്കൾ മുതൽ ശനി വരെ ഒരു മെനു ഉണ്ടാവും. ആ മെനു പ്രകാരമുള്ള ഭക്ഷണം കൊടുക്കും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ആ ഫുഡിന് അഡീഷണൽ കോസ്റ്റ് വരും അല്ലേ? ഫുഡിന് അഡീഷണൽ കോസ്റ്റ് വരും. ഓക്കെ. പിന്നെ നമുക്കിതിൽ കറണ്ട് ബില്ലും കാര്യങ്ങളും വരില്ല എന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബില്ല് ഒരിക്കലും വരില്ല. നമ്മളെന്താ വെച്ചാൽ നമ്മള് സോളാർ വെച്ചിട്ടുണ്ട്, കറണ്ട് ബില്ല് വരാതിരിക്കാൻ വേണ്ടി സോളാർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻവെർട്ടർ ഉണ്ട്. പിന്നെ കറണ്ട് പോയി നമുക്ക് ഇതിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ ജനറേറ്ററിന് ഇപ്പൊ പെട്രോളോ അതിനുള്ള പൈസകളൊന്നും അഡീഷണൽ ഒക്കെ നമുക്ക് ഈ റെന്റിൽ തന്നെ ഇൻക്ലൂഡ് ആണ്. ഭക്ഷണം വേണമെങ്കിൽ മാത്രം നമ്മൾ അഡീഷണൽ പേയ്മെന്റ് ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ ക്ലീനിങ്ങിനാണെങ്കിലും റൂം ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ സ്റ്റാഫ് ഉണ്ട് അല്ലേ? സ്റ്റാഫ് ഉണ്ടാവും. രാത്രി ലേഡീസ് സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ മൊത്തം CCTVയുടെ സെക്യൂരിറ്റി ഉണ്ടാവും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പാർക്കിങ്ങിന് അവിടെ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പുറത്തുള്ള ഒരു ഏരിയ നമ്മൾ പാർക്കിങ്ങിനും കൂടെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് നിലവിൽ 2 വണ്ടികളാണ് അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. അതിന് നമുക്ക് പാർക്കിങ്ങിന് ഫീസോ കാര്യങ്ങളോ ഒന്നും എക്സ്ട്രാ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടല്ലോ അല്ലേ? തൽക്കാലം അവർക്ക് ഇപ്പൊ കഴിക്കാനുള്ള സൗകര്യം ഉണ്ട്. അവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും തൽക്കാലം ഉണ്ട്. പിന്നെ ആളുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കും. പിന്നെ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല് അടയ്ക്കണ്ട. അത് ഏറ്റവും വലിയൊരു ഇതാണ്. അത് പ്രത്യേകത തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഫുൾ ടൈം AC ഇട്ടാലും അവർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അതിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. ഇന്നത്തെ കാലത്ത് കറണ്ട് ബില്ല് വലിയൊരു സംഖ്യ. അതെ. അത് മാത്രമല്ല ഇത്രയും വലിയൊരു അപ്പാർട്ട്മെന്റിൽ എല്ലാ റൂമിലും AC ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ടോട്ടൽ ബില്ലല്ലേ വരിക. അപ്പൊ അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ് അവർക്ക് ആ ഒരു ഇതില്. കാരണം റെന്റിന്റെ പുറമേ ആണല്ലോ കറണ്ട് ബില്ലുകൾ എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ ഡ്രസ്സുമായിട്ട് വന്നാൽ മതി. അതിനുള്ള സൗകര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ബെഡ്ഷീറ്റ്, തലവണ, എല്ലാ സൗകര്യങ്ങളും. പിന്നെന്താന്ന് വെച്ചെങ്കിൽ അതില് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ കിണർ വെള്ളമാണ്. 2 കിണറുണ്ട്. ഒരു കിണറ്റിൽ വെള്ളം പോയാലും അടുത്ത കിണറ്റില് വെള്ളമുണ്ട്. 2 കിണറാണ് അതിലുള്ളത്. മാത്രമല്ല അത് രണ്ട് വീടിനും 2 കിണറുണ്ട്. അത് വലിയൊരു ഹൈലൈറ്റ് ആണ്. അതിൽ 2നും നല്ല വെള്ളമുണ്ട്. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെന്റും കാര്യങ്ങളൊക്കെ ഉണ്ണിയേട്ടനെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ എന്താന്ന് വെച്ചെങ്കിൽ ഇതിലേക്ക് ആണുങ്ങൾക്ക് ആർക്കും പ്രവേശനമില്ല. പിന്നെ എന്റെ ഭാര്യയാണ് ഇതിന് മൊത്തം കൈകാര്യം ചെയ്യുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിക്കാരി തന്നെ എല്ലാ കൈകാര്യം ചെയ്യാം. ഓക്കെ. ഉണ്ണിയേട്ടാ നമ്മുടെ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? കറക്റ്റ് മണ്ണാർക്കാട് പെരുമ്പടാരി സെന്റ് ഡൊമിനിക് സ്കൂളിന്റെ നേരെ ബാക്കിൽ. നമുക്ക് ഏകദേശം ടൗണിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 1 കിലോമീറ്റർ അല്ലേ? അപ്പം എത്ര രാത്രി ആയി കഴിഞ്ഞാൽ അവർക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടില്ല. എല്ലാവിധ സൗകര്യങ്ങളും, യാതൊന്നും പേടിക്കണ്ട. പിന്നെ സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്. പിന്നെ എന്റെ തൊട്ടാണ് നമ്മുടെ DYSP ഒക്കെ താമസിക്കുന്നത്. കാരണം യാതൊരു ഒരു ഏരിയ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തില് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ ഒരു അലമ്പ ഏരിയ ആയിട്ട് തോന്നുന്നു. ഒരു ബുദ്ധിമുട്ടോ ആർക്കും ഉണ്ടാവില്ല. അതെ. അല്ല പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ ലേഡി സെക്യൂരിറ്റിയും അതുപോലെ സെക്യൂരിറ്റി സിസ്റ്റംസ് അത് നമുക്ക് ഓൺലൈൻ അല്ലേ? നിങ്ങളുടെ ക്യാമറകളും കാര്യങ്ങളൊക്കെ വരിക. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് നോക്കി എല്ലാതും അറിയാൻ പറ്റുമല്ലോ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാലൊക്കെ. അപ്പോൾ ഉണ്ണിയേട്ടാ എന്തായാലും നല്ലൊരു സംരംഭമാണ്. ഉഷാറായിട്ട് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കൂലേ? ഓക്കെ. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ കേസ് ഒന്ന് വിളിച്ചോളൂ. പുള്ളി എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. പുള്ളി എൻ്റെ ഒരു കസ്റ്റമറും അതിലുപരി എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.